RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷക സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് സെപ്റ്റംബർ 18 ഫിഫ പുതിയ റാങ്കിങ് ഫുട്ബോൾ റാങ്കിങ് എന്ന് പുറത്തുവിടുകയാണ്. തീർച്ചയായിട്ടും അർജന്റീന ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് ഇന്നാണ് ഫിഫ കൊക്കക്കോല റാങ്കിങ് എന്ന് പുറത്തുവിടുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ടായ നീണ്ട 2.5 വർഷക്കാലമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അർജന്റീന താഴെ പോവാണ്. അതും 2ാം സ്ഥാനത്തോട്ടല്ല, 3ാം സ്ഥാനത്തേക്ക്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ബ്രസീലും ഒരു പിടി താഴെ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ പമ്പുമാരായ അർജന്റീനയും ബ്രസീലും റാങ്കിങ്ങിൽ താഴോട്ട് വരികയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ക്വാളിഫയർ സ്ഥാനത്ത് 5ാം സ്ഥാനത്തോടുകൂടിയാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ നേടുന്നത്. അതും ഇതിന്റെ കൂടെ റാങ്കിങ്ങിലും താഴോട്ട് വരികയാണ്. ഈ 2 പമ്പന്മാരും റാങ്കിങ്ങിൽ താഴോട്ട് ഇറങ്ങാനുള്ള കാരണം അവരുടെ അവസാന ക്വാളിഫയർ മത്സരത്തിലുള്ള പരാജയമായിരുന്നു. ഇക്വഡോറിനെതിരെ 1-0 പരാജയപ്പെട്ടിട്ടായിരുന്നു അർജന്റീന. അതേപോലെ ബൊളീവിയക്കെതിരെ 1-0 പരാജയപ്പെട്ടിട്ട് ബ്രസീലും. അങ്ങനെ 2 ടീമുകളും ഫിഫ റാങ്കിങ്ങിൽ താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റാങ്കിങ് ഒന്ന് പരിശോധിച്ച് നോക്കാം. സ്പെയിനാണ് പുതിയ രാജാക്കന്മാർ. 1875.37 പോയിന്റുമായിട്ട് ലോക റാങ്കിങ്ങിൽ ഒന്നാമതായി ഇരിക്കുകയാണ്. അതേപോലെ 2ാം സ്ഥാനത്തുള്ളത് മറ്റേപോലെ ഫ്രാൻസ് 1870.92 പോയിന്റുമായിട്ടാണ്. 3ാം സ്ഥാനത്താണ് അർജന്റീന ഉള്ളത് 1870.32. ചെറിയ വ്യത്യാസമുള്ളൂ. ഇനിയുള്ള കളികൾ പക്ഷേ ഇനി വേൾഡ് കപ്പാണ് അടുത്ത മത്സരം വരാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി മാച്ചുകളൊക്കെയാണ്. വേൾഡ് കപ്പിലെ മത്സരങ്ങൾക്ക് ശേഷമാണ് ഇനി പുതിയ റാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. 4ാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ്. അവർക്കൊരു മാറ്റമില്ല. 1820.44 പോയിന്റുമായിട്ട് അവർ 4ാം സ്ഥാനത്തുണ്ട്. 5ാം സ്ഥാനത്തുള്ള പോർച്ചുഗലാണ് 1779.55 സ്ഥാനങ്ങളായിട്ട് ഒരു പിടി മുന്നിലെത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ. 6ാം സ്ഥാനത്തുള്ള ബ്രസീൽ 1761.6 പോയിന്റുമായിട്ട് നിൽക്കുന്നുണ്ട്. 7ാം സ്ഥാനത്ത് നെതർലാൻഡാണ് 1754.17 പോയിന്റുമായിട്ട്. 8ാം സ്ഥാനത്ത് ബെൽജിയം 1739.54. 9ാം സ്ഥാനത്ത് ക്രൊയേഷ്യയാണ് 1714.2 പോയിന്റുമായിട്ട്. 10ാം സ്ഥാനത്തുള്ള ഇറ്റലിയാണ് 1710.6 പോയിന്റുമായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെ നോക്കിയാൽ വളരെ ദൂരെയാണ്. 134ാം സ്ഥാനത്താണ്. ഇപ്പോഴും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കോച്ച് കലയിൽ വന്നതിന് ശേഷം പിന്നെ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം. പക്ഷെ നമുക്ക് ഈ പുതിയ ഫിഫ റാങ്കിങ് പ്രകാരം കുഞ്ഞൻ ടീമുകളെ വലിയ ടീമുകൾ തോൽപ്പിക്കാൻ, അതേപോലെ വലിയ ടീമുകളെ കുഞ്ഞൻ ടീമുകൾ തോൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഫിഫ റാങ്കിങ്ങിൽ പെട്ടെന്നുള്ള ഹൈപ്പും കാര്യങ്ങളും വരാനുള്ളത്. ഇപ്പോൾ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തുള്ള ടീമുകളെ ഒരു 100ാം സ്ഥാനത്തുള്ള ടീമുകൾ തോൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആ കുഞ്ഞൻ ടീമുകൾക്കാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഉറുഗ്വേയൊക്കെ ഇപ്പോൾ ഭയങ്കര ജമ്പ് ചെയ്തിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീമുകളും ഇവരെ മുന്നിൽ സ്ഥാനങ്ങളുള്ള അങ്ങനെ കുറെ അത്ഭുതങ്ങളാണ് ഇപ്പോൾ പുതിയ ഫിഫ റാങ്കിങ്ങിലും ആ റൂൾസും കാര്യങ്ങളിലും ഉള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അർജന്റീന താഴോട്ട് വന്നിരിക്കുകയാണ്, ബ്രസീലും താഴോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുപോക്ക് അടുത്ത വേൾഡ് കപ്പ് വരെ കാത്തിരിക്കണം. വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ബ്രസീലിന്റെ പ്രകടനത്തിനനുസരിച്ചായിരിക്കും പുതിയ റാങ്കിങ്ങിൽ മെച്ചപ്പെടുക. വലിയ അന്തരങ്ങളൊന്നുമില്ല. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, അങ്ങനെ ഒരു 5 സ്ഥാനം വരെ വലിയ അന്തരങ്ങളൊന്നുമില്ല. പക്ഷേ റാങ്കിങ്ങിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടന്നെയാണ്. എനിക്ക് ഒരു ഫോട്ടോ ഫിനിഷ് പോലുള്ള റാങ്കിങ്ങിന്റെ നമുക്ക് പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും. ഒരു ഫോട്ടോ ഫിനിഷിംഗ് പോലെയാണ്. അടുത്ത 2026 വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി പുതിയ ഫിഫ റാങ്കിങ് വരും. അപ്പോഴാണ് നമുക്ക് ആ സെപ്റ്റംബറിലൊക്കെ വരാൻ പോകുന്ന ഫിഫ റാങ്കിങ്ങിലായിരിക്കും, വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫിഫ റാങ്കിങ്ങിലായിരിക്കും പുതിയ രാജാക്കന്മാരെ നിശ്ചയിക്കുക. എന്തായാലും നീണ്ട 2.5 വർഷമായിട്ടുള്ള അർജന്റീനയുടെ തേരോട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു റെക്കോർഡിലേക്ക് പോകുന്ന എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഈ ഒരു തോൽവിയോട് കൂടിയിട്ട്, ഞെട്ടിക്കുന്ന തോൽവി, ആരും പ്രതീക്ഷയില്ല. തോൽവിക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നപോലെ അർജന്റീന താഴോട്ട് പോകും, 3ാം സ്ഥാനത്തോട്ട് പോകും. പക്ഷെ ഒഫീഷ്യലായിട്ട് ഇന്നാണ് വന്നത്. അപ്പോൾ അർജന്റീന ആരാധകർക്ക് അങ്ങനെ നെട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർ നെട്ടിയിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതിരുന്ന ആൾക്കാർ ഇന്ന് നെട്ടിയിട്ടുണ്ടാകും എന്തായാലും. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.